ഇവരുടെ ക്രൂരമായ പീഡനം കാരണം ഞങ്ങളുടെ മോൾക്ക് അവളുടെ കുഞ്ഞിനെ വരെ നഷ്ടപ്പെട്ടു മാഡം. ഇവരുടെ ഉപദ്രവം കാരണമാണ് മാഡം അവൾക്ക് അബോർഷൻ ആയത് എന്നുള്ള പച്ച കള്ളവും കൂടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ശ്രീകല വിളിച്ച് പറയുന്നതോടുകൂടി എല്ലാവരുടെയും പ്രതികരണം എന്തായിരിക്കും, കേസ് എന്താവാൻ പോവാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ദേവമംഗലത്തുള്ള സകലരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്തിനാ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, ദേവി ആ കള്ളം പറഞ്ഞത്, ഞങ്ങളല്ല എന്നൊക്കെ ഗോമതി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ പറയാണ്, എന്തിനാ നിങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞതല്ലേ, നിങ്ങളുടെ മരുമോള് ശ്രീദേവിയെ സ്ത്രീധനം ചോദിച്ച് നിങ്ങൾ പീഡിപ്പിച്ചു, അതിന്റെ പേരിൽ ശ്രീദേവിയുടെ അച്ഛനും അമ്മയും തന്നെ ഇവിടെ നേരിട്ട് വന്ന് കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ശ്രീദേവിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോലീസുകാർ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നടന്നതൊക്കെ സത്യമാണെന്ന് ശ്രീദേവി പറഞ്ഞ് ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ അപ്പ കേസെടുക്കും, പിന്നെ ജയിലിൽ പോയി കിടന്നോ, മരുമോളെ സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചിരിക്കുന്നു, ഈ കാലത്തുണ്ടോ ഇങ്ങനത്തെ കുടുംബമൊക്കെ എന്നൊക്കെ പോലീസുകാർ പറയുമ്പോൾ ജയിലോ കേസോ എന്നൊക്കെ പറഞ്ഞ് ഗോമതി പേടിക്കുകയാണ് കേട്ടോ. അപ്പൊ ബാലൻ പറയാണ്, വിഷമിക്കില്ലേ ഗോമതി, ഇതൊക്കെ കള്ള പരാതിയല്ലേ, ഇതൊന്നും അധിക കാലം നിൽക്കില്ല, പിന്നെ ദേവിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ കേസെടുക്കുള്ളൂ എന്നല്ലേ പറഞ്ഞത്, ദേവിയെ കൊണ്ട് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറയാൻ സാധിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പോലീസുകാരും ശ്രീകലയും ഉദയഭാനും എല്ലാവരും കൂടെ ദേവി സൈൻ ചെയ്ത ആ ഒരു കംപ്ലൈന്റുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് കേട്ടോ. അങ്ങനെ കോൺസ്റ്റബിൾ അവിടുത്തെ ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്, മാഡം ശ്രീദേവിയുടെ സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞു, പരാതിയിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണെന്ന് ശ്രീദേവി തന്നെ സമ്മതിച്ചു, സ്വന്തം കൈകൊണ്ട് സൈൻ ചെയ്ത് തരുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇൻസ്പെക്ടർ പറയാണ്, പെൺകുട്ടിയുടെ പരാതി കിട്ടിക്കഴിഞ്ഞല്ലോ, ഇനി കേസെടുക്കാം, FIR ഇട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇവരിങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീദേവി പറഞ്ഞോന്നോ മാഡം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ശ്രീദേവി പറഞ്ഞു ഒപ്പിട്ട് തന്നോന്നാണോ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയാണ്, പീഡിപ്പിച്ചെങ്കിൽ പിന്നെ പീഡിപ്പിച്ചു എന്നല്ലേ പറയുള്ളൂ, നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി ഞങ്ങളോട് നേരിട്ട് പറഞ്ഞു, പരാതിയിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണെന്ന് പറഞ്ഞു ഒപ്പിട്ട് തരുകയും ചെയ്തു, എന്താ അതിന്റെ പേരിൽ ആ കുട്ടിയെ തല്ലാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ഗോമതിയോട് ചോദിക്കുമ്പോൾ അല്ല അല്ല മാഡം, അതല്ല, ഇതൊക്കെ കള്ളമാണ് മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗോമതി. ആനന്ദിന് അങ്ങോട്ട് ദേഷ്യം സഹിക്കാൻ വയ്യ. അങ്ങനെ ആനന്ദ് പറയാണ്, പറയോമ്മേ, അവളെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ ആര്യനോടും മിത്രയോടൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. നിങ്ങൾ ആരും വിശ്വസിച്ചില്ല, അവള് കള്ളം പറയും, കബളിപ്പിക്കും, എല്ലാരെയും ചതിക്കും, അങ്ങനെയൊക്കെയുള്ള അവൾക്ക് നമ്മൾ മനസ്സിൽ പോലും ആലോചിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നും പറഞ്ഞ് കള്ളപ്പരാതി പോലീസിൽ കൊടുക്കാൻ എന്താ അമ്മേ ഇത്ര വലിയ ബുദ്ധിമുട്ട് എന്നൊക്കെ അമ്മയോട് ചോദിക്കുമ്പോൾ എന്നാലും അവള് എന്ന് ആലോചിക്കുകയാണ് ഗോമതി. അങ്ങനെ മിത്ര ആലോചിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ ശരിയാക്കി ദേവിയെടുത്തിയെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദേവിയെടുത്തി എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോലീസുകാരെ അപ്പോൾ ധൃതിപ്പെട്ട് കേസിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ആകാശ് ഇങ്ങനെ നോക്കുകയാണ്, എല്ലാവരും ഉണ്ട് ദേവമംഗലത്തുള്ളവര്, പക്ഷെ മീനുവിനെ മാത്രം കാണാനില്ല. മീനുവിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ലേ, ഇനിയിപ്പോൾ പോലീസുകാർ അവളുടെ ഓഫീസിൽ പോയി അവളെ അറസ്റ്റ് ചെയ്യോ, അയ്യോ അത് അവൾക്ക് വലിയ നാണക്കേടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ആകാശ് പോലീസുകാർ കാണാതെ പതുക്കെ മീനുവിനെ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മീനു ഫോൺ എടുക്കുമ്പോൾ, മീനു നീ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ എവിടെ ഉണ്ടാവാൻ ആകാശേ, ഓഫീസിൽ തന്നെ എന്ന് മീനു പറയുമ്പോൾ ആകാശ് അവിടെ പോലീസോ മറ്റോ വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മീനു പറയാം, പോലീസോ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആകെ പ്രശ്നമാണ് മീനു, ഞങ്ങൾ എല്ലാവരും ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്, മിത്രയും അനുശ്രീ അടക്കം എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുക. അവരില്ലേ നിന്റെ പ്രിയപ്പെട്ട ദേവിയേട്ടത്തെയും അവരുടെ വീട്ടുകാരും, അവര് സ്ത്രീധന പീഡനമെന്നോ ഗാർഹിക പീഡനമെന്നോ സ്ത്രീ പീഡനമെന്നോ അവർക്ക് അറിയാവുന്ന വാക്കുകൾ മുഴുവൻ പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുക. അതിന്റെ പേരിൽ വീട്ടിലുള്ളവരെയും കടയിലുള്ളവരെയും എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ നിന്നെ മാത്രം വിട്ടത് എന്തുകൊണ്ടാന്നാ എനിക്കറിയാത്തത്. അതെന്തായാലും നന്നായി, പക്ഷെ നീ ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെ വലുതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവിയെടുത്ത് കംപ്ലൈന്റ് കൊടുത്തുവെന്നോ, എന്തൊക്കെയാ ആകാശ് ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് മീനു ഫോൺ വെക്കുകയാണ് കേട്ടോ. നീ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട എന്ന് ആകാശ് പറയുന്നതിന് മുമ്പ് മീനു ഫോൺ വെച്ച് കഴിഞ്ഞു. എന്നിട്ട് ആകാശ് ഇങ്ങനെ വിചാരിക്കുകയാണ്, മീനുവിന്റെ പേര് മാത്രം വിട്ടത് എന്തുകൊണ്ടായിരിക്കും, അതെന്തായാലും നന്നായി, മീനുവിനെ കൂടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ അവളുടെ അച്ഛൻ ഇതൊക്കെ അറിഞ്ഞാൽ വലിയ നാണക്കേടാവുമായിരുന്നു എന്നൊക്കെ വിചാരിച്ച് ആകാശ് ഇങ്ങനെ ആശ്വസിച്ചിരിക്കുകയാണ് കേട്ടോ. ശ്രീകലയാണെങ്കിൽ ഇങ്ങനെ ബാലനെയൊക്കെ നോക്കിയിട്ട് ഗോമതിയൊക്കെ നോക്കിയിട്ട് ഞങ്ങളോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കും, ഡിവോഴ്സ് നോട്ടീസ് അയച്ചു അല്ലേ, കാണിച്ചു തരാം നിങ്ങളെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് മീനുവിന്റെ അച്ഛനും രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നത്. അങ്ങനെ ആകാശ് അവരെ നോക്കിയിട്ട്, അയ്യോ മീനു നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്, അച്ഛ അത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആകാശ് ഇങ്ങനെ ചമ്മലിൽ നിൽക്കുകയാണ്. അങ്ങനെ നേരെ കയറി വന്നിട്ട് മീനുവിന്റെ അച്ഛൻ പോലീസുകാരോട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കുടുംബത്തിലുള്ള ആളാണ് മീനാക്ഷി, അവളുടെ അച്ഛനാണ് ഞാൻ, എന്താ മാഡം എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കംപ്ലൈന്റിന്റെ കാര്യങ്ങളൊക്കെ പോലീസുകാർ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മീനുവിന്റെ അച്ഛൻ നേരെ ബാലനോടും ഗോമതിയോടൊക്കെ പോയി പറയാണ്, വിഷമിക്കണ്ട, എന്താ ചെയ്യാൻ പറ്റാന്ന്
നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ ഗോമതി പറയാണ്, സാർ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവരാ കള്ളം പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മീനു വരുന്ന വഴിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും കള്ള കംപ്ലൈന്റ് അല്ലേ, അധിക കാലമൊന്നും നിൽക്കില്ല, നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുകയെന്ന് എന്ന് പറയുമ്പോൾ ബാലൻ പറയാണ്, ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ മനസ്സ് കാണിച്ചതിന് നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ ആകാശ് പറയാണ്, അത് അച്ഛ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ വിഷമിക്കേണ്ട ആകാശേ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ മീനു നേരെ പോയിട്ട് ശ്രീകലയുടെ അടുത്ത് പോയി പറയാണ്, എന്നാലും ആന്റി നിങ്ങൾ ഇത്ര വരെ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആന്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ദേഷ്യത്തിൽ. എന്നിട്ട് നേരെ പോലീസുകാരോട് പോയി പറയാണ്, മാഡം ഞാനും ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്, എന്തൊക്കെയാ മാഡം പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്, അതെനിക്കൊന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയാണ്, നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് ചോദിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഞങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണോ, എന്താന്ന് വെച്ചാൽ അത് ഇവരോട് ചോദിക്കും, പറഞ്ഞു കൊടുക്കുക എന്താന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ് ശ്രീകലയോട് പറയാണ് കേട്ടോ. അപ്പൊ ശ്രീകല അവിടെ എല്ലാവരും കേൾക്കുന്നത് പോലെ വിളിച്ച് പറയാണ്, എന്റെ മോള് ശ്രീദേവിയെ ആ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചു വിട്ടു എന്നൊക്കെ പറയുമ്പോൾ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ, നിങ്ങൾ കംപ്ലൈന്റ് എന്താന്ന് മാത്രം പറയുക എന്ന് പറയുമ്പോൾ ശ്രീകല പറയാണ്, എന്റെ മോളെ സ്ത്രീധനം ചോദിച്ച് ഇവരെല്ലാവരും കൂടെ ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു, അവളെ ഉപദ്രവിച്ചു, അവളെ തല്ലി പൂട്ടിയിട്ടു എന്നൊക്കെ വായിൽ വന്നതെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പറയാണ്, ഇവരുടെ ക്രൂരമായ പീഡനം കാരണം ഗർഭിണിയായ എൻ്റെ മോൾക്ക് അവളുടെ കുഞ്ഞിനെ വരെ നഷ്ടപ്പെട്ടു, അവൾ അബോഷനായി 1-2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ആയിരുന്നു, ആ കാര്യം പോലും ഇവർ ഞങ്ങളോട് മറച്ചു വെച്ചു, ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ബാലനും ആനന്ദനൊക്കെ ദേഷ്യത്തിനെ കയറി വരികയാണ് കേട്ടോ. ആനന്ദനാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം. എന്നിട്ട് നിങ്ങൾ വായിൽ വന്നതൊക്കെ വിളിച്ച് പറയരുത്, എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊന്നുവെന്നോ, അവളാ കൊന്നത്, അവളാ എൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്ന് പറഞ്ഞു അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ പോലീസുകാർ ആനന്ദനെ വഴക്ക് പറയാണ് കേട്ടോ, നിങ്ങൾ മിണ്ടാതിരിക്കണം, ഞങ്ങളുടെയൊക്കെ മുമ്പ് വെച്ച് ഷോ കാണിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ മോനെ ആനന്ദേ നീ കുറച്ച് മിണ്ടാതിരിക്കുക എന്നൊക്കെ ബാലൻ പറഞ്ഞ് ആനന്ദനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ മീനു ഇതൊക്കെ കേട്ടിട്ട് പോലീസുകാരോട് പറയാണ്, മാഡം എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്, ശ്രീദേവി മാത്രമല്ല ഞങ്ങൾ 3 മരുമക്കള് ആ വീട്ടിലുണ്ട്, ഞങ്ങൾ 3 പേരും ഈ പറഞ്ഞതുപോലെ പീഡനങ്ങളൊന്നും അവിടെ നിന്ന് അനുഭവിച്ചിട്ടില്ല, സ്ത്രീധനം എന്നുള്ള വാക്ക് പോലും ആ വീട്ടിൽ ആരും ഇന്ന് വരെ പറഞ്ഞു പോലും ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് മാത്രമല്ല ഈ ശ്രീദേവിക്കും ഒരു പീഡനം അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല, ഈ കംപ്ലൈന്റിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം പച്ചക്കള്ളമാണ്, മാഡം ഇതൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ശ്രീദേവി തന്നെ തനിക്ക് ഉണ്ടായ സംഭവങ്ങളെല്ലാം നേരിട്ട് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട് തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പോലീസുകാർ പറയുമ്പോൾ ദേവിയെടുത്തി സ്റ്റേറ്റ്മെന്റ് തന്നോ, മാഡം ഇതൊന്നും വിശ്വസിക്കരുത്, ഈ ശ്രീദേവിയെ ഇപ്പൊ ഇവിടെ വിളിച്ചു വരുത്തണം, ഇവിടെ വന്ന് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവരതൊക്കെ പറയട്ടെ, തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് മാഡം, അതിന്റെ പേരിലാണ് ആനന്ദേട്ടൻ ദേവിയേട്ടത്തിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്, പക്ഷെ എല്ലാരും കൂടെ ചേർന്ന് പീഡിപ്പിച്ചു, കുഞ്ഞ് നഷ്ടപ്പെട്ടത് ആ പീഡന കാരണമാണെന്നൊക്കെ ദേവിയേട്ടത്തി ഇവിടെ വന്ന് പറയട്ടെ, ഇതൊക്കെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ മാഡം, ദേവിയേട്ടത്തി നേരിട്ട് ഇവിടെ വന്ന് പറയാതെ നിങ്ങൾ എങ്ങനെ കേസ് എടുക്കുന്നത് എന്നൊക്കെ മീനു ഇങ്ങനെ ചോദിക്കുമ്പോൾ പോലീസുകാരോ ഇതിപ്പോ വലിയ ബാധ്യതയായല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവിയെ വിളിച്ചു വരുത്താനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പൊ ശ്രീകല ദേവി അത് മാഡം അവൾക്ക് വയ്യ, അവൾക്ക് പനിയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുക, ഈ കുട്ടി ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പറയുന്ന സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യേണ്ടത് ഇപ്പൊ എല്ലാവരുടെ ആവശ്യമല്ലേ, ശ്രീദേവി ഇവിടെ വന്ന് സത്യം പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേവിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ ദേവി ഇവിടെ വേദനയോടുകൂടി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നത് കാണുമ്പോൾ ദേവിക്ക് വല്ലാത്ത സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പൊട്ടി കരയുന്നുണ്ട്. അപ്പൊ മീനു ദേവിയോട് ചോദിക്കുകയാണ്, ദേവിയേട്ടത്തിക്ക് സത്യങ്ങളെല്ലാം അറിയാലോ, ദേവിയേട്ടത്തിയുടെ കുഞ്ഞ് എങ്ങനെയാ നഷ്ടപ്പെട്ടത്, ഞങ്ങൾ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടാണോ ആ കുഞ്ഞ് നഷ്ടമായത്, വായ തുറന്ന് പറ ദേവിയേട്ടത്തി, നമ്മുടെ അച്ഛനോടും അമ്മയോടൊക്കെ നിങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്താ എന്നൊക്കെ മീനു ഇങ്ങനെ പറയുമ്പോൾ ദേവി ഇങ്ങനെ അത് മീനു എന്നോട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയാണ് കേട്ടോ. ആ സമയത്ത് ശ്രീകല ഇങ്ങനെ ദേവിയോട് ആക്ഷൻ കാണിക്കുകയാണ്, മോളെ ഒന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശ്രീകലയും ഉദയഭാനുവിനെയും ദേവിയെയും എല്ലാവരെയും പിടിച്ച് അകത്തിടും, അപ്പോൾ സത്യങ്ങളൊന്നും പറയല്ലേ, അതേന്ന് പറ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശ്രീകല സിഗ്നൽ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ദേവിക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ദേവി പറയാണ്, അതെ അതെ ഇവർ പറഞ്ഞതെല്ലാം ശരിയാ, അമ്മ പറഞ്ഞതാ ശരി, കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മീനു ദേവിയെടുത്തി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞേ, കുഞ്ഞ് നഷ്ടപ്പെട്ടത് ആനന്ദേട്ടനോ ഞങ്ങൾ ആരെങ്കിലും കാരണമാണോ എന്ന് ചോദിക്കുമ്പോൾ ദേവി ഇങ്ങനെ മീനുവിന്റെ മുഖത്ത് നോക്കാതെ ഇങ്ങനെ ശ്രീകലയെ മാത്രം നോക്കിക്കൊണ്ട് പറയണം, അതെ സത്യമാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ പറയണം, ഇപ്പൊ സമാധാനമായല്ലോ, പെൺകുട്ടി തന്നെ നേരിട്ട് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞു, മാത്രമല്ല ആരുടെയോ ഉപദ്രവം ഏറ്റിട്ടാണ് കുഞ്ഞ് അബോർഷൻ ആയതെന്നുള്ള കാര്യം മെഡിക്കൽ റിപ്പോർട്ടിലും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആ ഹോസ്പിറ്റലിലൊക്കെ അന്വേഷിച്ചു, മെഡിക്കൽ റിപ്പോർട്ട് കിട്ടുകയും ചെയ്തു, മിസ് മീനാക്ഷി കാര്യങ്ങളൊക്കെ ഇപ്പൊ ക്ലിയർ ആണ്, ഇനി നിങ്ങളായിട്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാതെ ഇരുന്നാൽ മതി, ബാക്കിയൊക്കെ കോടതിയിൽ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പോലീസുകാർ പറയാണ്. അവസാനം എന്താ ചെയ്യേണ്ടത് അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ അച്ഛ എന്നും പറഞ്ഞ് മീനും ഇങ്ങനെ അച്ഛനെ നോക്കുകയാണ്. മോള് വിഷമിക്കാതിരിക്കുക, അച്ഛനുണ്ടല്ലോ നമുക്ക് നോക്കാം എന്നൊക്കെ അച്ഛനൊരു ധൈര്യവും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഹൈപ്പും ഒക്കെ തരണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു, ബൈ.